സാമുദായിക സംഘടനകളോടുള്ള നിലപാട് മയപ്പെടുത്തി പ്രതിപക്ഷ നേതാവ്. NSSനെ പുകഴ്ത്തിയായിരുന്നു VD സതീശന്റെ വാക്കുകൾ. സംഘപരിവാറിനെ അകറ്റി നിർത്തി ധീരമായ നിലപാടാണ് NSS സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തനിക്ക് നാവുപിഴ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. VD സതീശന്റെ മുൻ നിലപാടിൽ മാറ്റം വന്നെന്ന് ന്യായീകരിച്ച് MM ഹസനും രംഗത്തെത്തി. ഞാൻ അവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. പ്രത്യേകിച്ച് NSSനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. VD സതീശൻ്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണതപ്രജ്ഞനായ ഒരു നേതാവ് പറഞ്ഞാൽ നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അല്ല, NSSുമായി കോൺഗ്രസ് പാർട്ടിയും UDF എല്ലാം നല്ല സൗഹൃദത്തിലാണ്. പ്രതിപക്ഷ നേതാവ് ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ പേരിൽ അന്ന് SNDP അതുപോലുള്ള മറ്റ് സമുദായ സംഘടനകളോട് അദ്ദേഹം അന്ന് MLA ആയിരുന്നപ്പോൾ വല്ല പ്രതികരണവും നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സമുദായ സംഘടനകളുമായി അദ്ദേഹം സൗഹൃദത്തിലാണ്. വെള്ളാപ്പള്ളി സാമുദായിക പ്രശ്നങ്ങൾ, അവരെ സമുദായത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു അഭിപ്രായം 2 മാസം കഴിഞ്ഞ് അദ്ദേഹം പറയണമെന്നില്ല. അതായത് പറഞ്ഞത് ചത്ത കുതിരയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ആരേക്കാൾ യോഗ്യൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയൊരു മന്ത്രിസഭ ഉണ്ടായാലല്ലേ മുഖ്യമന്ത്രി വരൂ. അൽ-അമീൻ ചേരുന്നു നമുക്കൊപ്പം. അൽ-അമീൻ, രമേശ് ചെന്നിത്തലയോടാണ് തങ്ങൾക്ക് ആഭിമുഖ്യമെന്ന് NSSും SNDPയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അതിൽ ഒരു തത്രപ്പാടുണ്ടോ പെട്ടെന്നുള്ള ഈ പ്രതികരണം കാണുമ്പോൾ VD സതീശന്റെയും ഒപ്പം MM ഹസന്റെയും? സുജ, നേരത്തെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലാണ് സമുദായ സംഘടനകൾ VD സതീശനോട് ഒരു അകലം പാലിച്ചിരുന്നത്. ആ അകലം ഇനി വേണ്ടതില്ല, മാത്രമല്ല കൂടുതൽ പറഞ്ഞവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മയപ്പെട്ട നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സമുദായ സംഘടനകളോട് തിന്നനിറങ്ങാനില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഈ സമുദായ സംഘടനയുമായുള്ള അകലത്തിന് കാരണമായി മാറിയത്. അത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് VD സതീശൻ പറയുന്നത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തൊരു പൊസിഷനിങ് ആണ്, അതിൽ തെറ്റില്ല. പക്ഷേ സമുദായ സംഘടനയോട് അങ്ങനെ ഒരു വിരോധം പുലർത്തേണ്ട സാഹചര്യമില്ല എന്ന് മാത്രമല്ല, ഈ VD സതീശനെ അകറ്റി നിർത്തുന്നു അല്ലെങ്കിൽ VD സതീശനോടും NSSന് വല്ലാത്തൊരു അകൽച്ചയുണ്ട് എന്നുള്ള ധ്വനി നിൽക്കുമ്പോൾ തന്നെ NSS നേതൃത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് VD സതീശൻ. സംഘപരിവാർ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച നേതൃനിരയാണ് NSSനുള്ളത്. രാജ്യത്ത് തന്നെ ഹൈന്ദവ സംഘടനകളെ പലതും സംഘപരിവാർ വിഴുങ്ങുമ്പോൾ അതിന് പിടികൊടുക്കാതെ അവരെ പുറത്തു നിർത്തിയ ധീരമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് NSS. അതിനെ അഭിനന്ദിക്കുകയാണ്. ഒരു കാലത്തും താൻ NSSനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നുകൂടി VD സതീശൻ പറയുന്നുണ്ട്. NSSന്റെ കാര്യത്തിൽ മാത്രമല്ല, SNDPയുടെ കാര്യത്തിൽ ഒരു മയപ്പെട്ട നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന സംബന്ധിച്ചുള്ള ചോദ്യത്തിന് തനിക്കെതിരെ എന്തെങ്കിലും വിമർശനം വെള്ളാപ്പള്ളി ഉന്നയിച്ചാൽ പരിണിതപ്രജ്ഞനായ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറുന്ന നിലപാട് താൻ സ്വീകരിക്കില്ല, തിരുത്തേണ്ടതുണ്ടെങ്കിൽ താൻ തിരുത്തുമെന്നുള്ള നിലപാട് കൂടി പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അതായത് സമുദായ സംഘടനകളെ വെറുതെ പിണക്കേണ്ടതില്ല, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സമുദായ സംഘടനകളുടെ പിന്തുണ അനിവാര്യമാണ്. എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള പിന്തുണ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പിന്തുണ പാർട്ടിക്കുൾപ്പെടെ ഗുണം ചെയ്യേണ്ടതാണ്. അത് ചെന്നിത്തലയ്ക്ക് മാത്രം ഒതുങ്ങുന്ന പിന്തുണയായിരിക്കില്ല, ഗുണമായിരിക്കില്ല. അത് പാർട്ടിക്ക് ഒന്നാകെ കിട്ടേണ്ട ഗുണമാണ്. അതിനെ താനായിട്ട് ഇല്ലാതാക്കേണ്ടതില്ല എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായി തിരിച്ചറിവിലേക്ക് VD സതീശൻ എത്തുന്നു. തിരുത്തണമെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നു. ഇനി ആ തിരുത്തൽ എങ്ങനെയാണ് NSSും SNDPയും അംഗീകരിക്കുക? അവരുടെ പ്രതികരണങ്ങൾ എന്താകുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.